വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരിസ്ഥിതി ദിന പോസ്റ്റർ വാചകങ്ങളും സന്ദേശങ്ങളും. മരം ഒരു വരം. കാത്തുരക്ഷിക്കാം, കാവലാളാകാം. ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. വീണ്ടെടുക്കാം ഇന്നേക്കായി, നിലനിർത്താം നാളേക്കായി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ജീവനുള്ള ഭൂമിക്ക് യുവതയുടെ കാവൽ. എന്റെ മരം എന്റെ ജീവൻ. കൈവെക്കാം, തണലേകാം, താപമകറ്റാം. ഭൂമി മനുഷ്യന്റെയല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. പ്രകൃതിക്കൊരു കുട, ജീവനൊരു തണൽ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു. പകലുറക്കത്തിനൊരു മലർവിരി നടുന്നു. വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക. അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. നട്ടാലേ നേട്ടമുള്ളൂ. ഒരു തൈ നടൂ, നാളെയുടെ ഒരു തണലായി, ഫലവൃക്ഷമായി. വരും തലമുറക്ക് അത് ശുദ്ധമായി പകരട്ടെ. ഒരു കൈ ഒരു തൈ, തിരികെ നാളേക്കായി. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി. പ്രകൃതിയെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. പരിസ്ഥിതി സുസ്ഥിതി. ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. മണ്ണിലിറങ്ങാം, പച്ച വിരിക്കാം. പറമ്പിലെ ഒരു വൻമരം വീഴുമ്പോൾ പകരം എന്ത് എന്ന ചോദ്യത്തിന് പകരം ഒരു തൈ നട്ടാൽ മതി. അത്രയും സിമ്പിളാണ് പരിസ്ഥിതി സ്നേഹം. നട്ടു നനച്ചു വളർത്തുക നമ്മൾ നന്മ നിറഞ്ഞൊരു മലയാളം. മരവും മഴയും മരതകമാകും, മലര് വിരിക്കും മലയാളം. കൃഷിയുടെ ശ്രേഷ്ഠത. ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷം അതിൽ നിന്ന് ഭക്ഷിക്കപ്പെടുന്നത് അവന് ദാനമാണ്. അതിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നത് അവന് ദാനമാണ്. അതിൽ നിന്ന് വന്യജീവികൾ ഭക്ഷിക്കുന്നതും അവന് ദാനമാണ്. പക്ഷികൾ തിന്നാൽ അതും അവന് ദാനമാണ്. അതിൽ ആര് കുറവ് വരുത്തിയാലും അത് അവന് ദാനമാണ്. യുദ്ധത്തിൽ പോലും ശത്രുക്കളുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നരുളിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും മഹാനായ പരിസ്ഥിതി സ്നേഹി. നാളെ ലോകാവസാനമാണെന്ന് അറിഞ്ഞാൽ പോലും ഇന്നൊരു മരം നടാൻ മടിക്കേണ്ടതില്ല. മുഹമ്മദ് നബി. ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടത്രയുണ്ട്, ആർക്കും വേണ്ടത്ര ഇല്ല തന്നെ. അതായത് ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടത്രയുണ്ട്, ആർത്തിക്ക് വേണ്ടത്ര ഇല്ല തന്നെ. സുന്ദരമായ വധുവിനെ പോലെയാണ് ഭൂമി. അവളുടെ സൗന്ദര്യം ഉയർത്താൻ മനുഷ്യനിർമ്മിത ആഭരണങ്ങൾ ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും പൊതുവായുള്ള ഒന്നേയൊന്ന് ഭൂമിയാണ്. മാറ്റമില്ലാതെ പുരോഗതി അസാധ്യമാണ്. മനസ്സ് മാറ്റാൻ കഴിയാത്തവർക്ക് ഒന്നും മാറ്റാൻ കഴിയില്ല. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരുവൻ തന്നെ കൂടാതെ തന്റെ സഹജീവികളെയും സ്നേഹിക്കുന്നു. സന്തോഷത്തിന്റെ ആദ്യ വ്യവസ്ഥകളിലൊന്നാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകർക്കപ്പെടാൻ പാടില്ല എന്നത്. പ്രകൃതിയിലാണ് നമ്മൾ എല്ലാവരും കണ്ടുമുട്ടുന്നത്. അവിടെ നമുക്കെല്ലാവർക്കും സാമ്യമായ താല്പര്യമുണ്ട്. നാം എല്ലാവരും പങ്കിടുന്ന ഒരേ ഒരു കാര്യമാണിത്.
പ്രകൃതി നമുക്കായി ദിവസവും പെയിന്റിംഗ് ചെയ്യുന്നു അനന്ത സൗന്ദര്യത്തിന്റെ ചിത്രങ്ങൾ. സംഗീതത്തെയും കലയെയും പോലെ പ്രകൃതിയുടെ സ്നേഹം എന്നത് രാഷ്ട്രീയമോ സാമൂഹികമോ ആയ അതിരുകൾ മറികടക്കാൻ കഴിയുന്ന ഒരു പൊതുഭാഷയാണ്. മണ്ണ് നശിപ്പിക്കുന്ന ഒരു രാഷ്ട്രം സ്വയം നശിപ്പിക്കുന്നു. വനങ്ങൾ നമ്മുടെ ദേശത്തിന്റെ ശ്വാസകോശമാണ്. വായു ശുദ്ധീകരിക്കുകയും ജനങ്ങൾക്ക് പുതിയ ശക്തി നൽകുകയും ചെയ്യുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി.